നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഷീല കുരാക്കർ. ഹോം വോട്ടിംഗ് ഇന്ന് തുടങ്ങും. അമേരിക്കൻ നടൻ ജെയിംസ് ടോൾക്കർ അന്തരിച്ചു. ബംഗാളി നടൻ ഷൂട്ടിങ്ങിനിടെ മുങ്ങിമരിച്ചു. 12 നാവിക ഉപഗ്രഹങ്ങളിൽ 4 പ്രവർത്തനരഹിതം. ക്യാൻസർ രോഗികൾക്ക് തുണയായി വോക്കറു കൊച്ചി വോക്കത്തോൺ. നവി മുംബൈ തിരുവനന്തപുരം ഇൻഡിഗോ സർവീസ് ഇന്നു മുതൽ. വാർത്തകൾ വിശദമായി. ഹോം വോട്ടിംഗ് ഇന്ന് തുടങ്ങും. 85 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർക്കും ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്കും വോട്ട് രേഖപ്പെടുത്തുന്നതിനായി സൗകര്യമൊരുക്കുന്ന ഹോം വോട്ടിംഗ് ഇന്ന് ആരംഭിക്കും. നേരത്തെ അപേക്ഷിച്ചവർക്കാണ് സൗകര്യം ലഭിക്കുക. ഏപ്രിൽ 4 വരെയാണ് മൊബൈൽ പോളിംഗ് ടീമിന്റെ സഹായത്തോടെ ഹോം വോട്ടിംഗ് നടക്കുന്നത്. പോളിംഗ് ഓഫീസർ, 2 അസിസ്റ്റന്റുമാർ, മൈക്രോ ഒബ്സർവർ, വീഡിയോഗ്രാഫർ, പോലീസ് എന്നിവരടങ്ങുന്ന സംഘമാണ് ഹോം വോട്ടിങ്ങിനായി എത്തുന്നത്. അമേരിക്കൻ നടൻ ജെയിംസ് ടോൾക്കൻ അന്തരിച്ചു. ബാക്ക് ടു ദ ഫ്യൂച്ചർ, ടോപ്പ് ഗൺ എന്നീ സിനിമകളിലൂടെ പ്രശസ്തനായ അമേരിക്കൻ നടൻ ജെയിംസ് ടോൾക്കൻ അന്തരിച്ചു. ന്യൂയോർക്കിലെ ലേക്ക് പ്ലാസിഡയിലുള്ള വീട്ടിലായിരുന്നു അന്ത്യം. കൊറിയൻ യുദ്ധകാലത്ത് നാവികസേനയുടെ ഭാഗമായിരുന്ന ടോൾക്കൻ പിന്നീടാണ് അഭിനയത്തിലേക്ക് തിരിഞ്ഞത്. ബംഗാളി നടൻ ഷൂട്ടിങ്ങിനിടെ മുങ്ങിമരിച്ചു. ബംഗാളി നടൻ രാഹുൽ അരുണോദയ് ബാനർജി സീരിയൽ ചിത്രീകരണത്തിനിടെ ഒഡീഷയിലെ തൽസാരി ബീച്ചിൽ മുങ്ങിമരിച്ചു. ചിത്രീകരണത്തിനിടെ ഒറ്റയ്ക്ക് കടലിലേക്കിറങ്ങിയ നടൻ അപകടത്തിൽപ്പെടുകയായിരുന്നു. ചിരോദിനി തുമി ജെ അമർ എന്ന 2008 ചിത്രത്തിലൂടെയാണ് പ്രശസ്തനായത്. നടി പ്രിയങ്ക സർക്കാരാണ് ഭാര്യ. ഷോഹോജ് ബാനർജി മകനാണ്. 12 നാവിക് ഉപഗ്രഹങ്ങളിൽ 4 പ്രവർത്തനരഹിതം. ഗതി നിർണയത്തിനായി ഇന്ത്യ വിക്ഷേപിച്ച 12 നാവിക് ഉപഗ്രഹങ്ങളിൽ 8 മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. എന്നാൽ ആശങ്കയുളവാക്കുന്നതാണെന്ന് ബഹിരാകാശ വകുപ്പിനെക്കുറിച്ച് പഠിച്ച പാർലമെന്ററി സമിതി റിപ്പോർട്ട്. അതിൽ 4 അറ്റോമിക് ക്ലോക്കിന്റെ തകരാർ കാരണം ഗതി നിർണയത്തിന് ഉപയോഗിക്കാനാകാത്ത അവസ്ഥയിലാണെന്നും ഗുരുതര സാഹചര്യം വ്യക്തമാക്കുന്നു. ഇന്ത്യയുടെ തദ്ദേശീയ ഗതി നിർണയ സംവിധാനത്തിന്റെ വിശ്വാസ്യത വീണ്ടെടുക്കേണ്ടതുണ്ടെന്നും രാജ്യസഭയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. IRNSS 1A, 1C, 1E, 1G എന്നീ ഉപഗ്രഹങ്ങളിൽ വിദേശ നിർമ്മിത അറ്റോമിക് ക്ലോക്ക് തകരാറായത് കാരണം ഗതി നിർണയ സേവനം നൽകാനാവുന്നില്ല. ISRO തദ്ദേശീയമായി വികസിപ്പിച്ച അറ്റോമിക് ക്ലോക്കുകൾ വിജയകരമാണെങ്കിലും വിദേശ നിർമ്മിത ഉപകരണത്തിനൊപ്പമാണ് അവ ഉപയോഗിക്കുന്നത്. ഘട്ടം ഘട്ടമായി പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച അറ്റോമിക് ക്ലോക്കുകളിലേക്ക് ഇന്ത്യൻ ഉപഗ്രഹങ്ങൾ മാറണമെന്നും കാലഹരണപ്പെട്ടതും തകരാറായതുമായ ഉപഗ്രഹങ്ങൾക്ക് പകരം സമയബന്ധിതമായി പുതിയ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കണമെന്നും സമിതി ശുപാർശ ചെയ്തു. ക്യാൻസർ രോഗികൾക്ക് തുണയായി വോക്കറു കൊച്ചി വോക്കത്തോൺ. എറണാകുളം ജനറൽ ആശുപത്രിയിൽ ക്യാൻസർ രോഗികളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തിൽ വോക്കിംഗ് കമ്മ്യൂണിറ്റിയായ വോക്കറു സംഘടിപ്പിച്ച വോക്കറു കൊച്ചി വോക്കത്തോൺ 2026 6000-ലേറെ പേർ പങ്കെടുത്തു. പരിപാടിയിലൂടെ സമാഹരിച്ച 10 ലക്ഷം രൂപയുടെ ചെക്ക് കൊച്ചി മെട്രോ CMD ലോക്നാഥ് ബെഹ്റ ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KV സതീഷിന് കൈമാറി. പാദരക്ഷാ നിർമ്മാതാക്കളായ വോക്കറു ടൈറ്റിൽ സ്പോൺസറായ മെഗാ ഇവന്റ് മലയാള മനോരമയുടെ സഹകരണത്തിലാണ് സംഘടിപ്പിച്ചത്. 10 കിലോമീറ്റർ വോക്കത്തോൺ മലയാള മനോരമ മാർക്കറ്റിംഗ് വൈസ് പ്രസിഡന്റ് വർഗീസ് ചാണ്ടി ഫ്ലാഗ് ഓഫ് ചെയ്തു. 5 കിലോമീറ്റർ ഫൺ വോക്ക് ക്രൈംബ്രാഞ്ച് റിട്ടയർഡ് ASP YR റസ്റ്റം ഫ്ലാഗ് ഓഫ് ചെയ്തു. വോക്കത്തോണിൽ പങ്കെടുക്കാനെത്തിയവർ സാപ്പേഴ്സ് നേതൃത്വം നൽകിയ സൂംബ ഡാൻസിനോടൊപ്പം ആദ്യം ചുവടുവെച്ചു. യുവാക്കളുടെ വലിയ പങ്കാളിത്തമായിരുന്നു ഇത്തവണത്തെ പ്രത്യേകത. സമാപന ചടങ്ങിൽ വോക്കറു MD V നൌഷാദ്, AM പബ്ലിക്കേഷൻസ് CEO V സജീവ് ജോർജ്, ഫ്യൂച്ചറൈസ് ഹോസ്പിറ്റൽ ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ നിസാമുദ്ദീൻ, ഡോക് ബ്രാൻഡ് മാനേജർ ശാലിനി സിൻഹ തുടങ്ങിയവർ പങ്കെടുത്തു. കഴിഞ്ഞ വർഷം കൊച്ചി വോക്കത്തോണിൽ സമാഹരിച്ച തുക ഉപയോഗിച്ച് 200-ലേറെ പേർക്ക് കൃത്രിമ കാലുകൾ നൽകിയിരുന്നു. നവി മുംബൈ തിരുവനന്തപുരം ഇൻഡിഗോ സർവീസ് ഇന്നു മുതൽ. നവി മുംബൈ വിമാനത്താവളത്തിൽ നിന്ന് ഇൻഡിഗോ എയർലൈൻസ് തിരുവനന്തപുരത്തേക്കും തിരിച്ചുമുള്ള പ്രതിനിധി സർവീസ് ഇന്ന് ആരംഭിക്കും. കണ്ണൂർ റൂട്ടിൽ ആഴ്ചയിൽ 4 ദിവസങ്ങളിലെ സർവീസും പ്രഖ്യാപിച്ചു. രാവിലെ 10:35 നവി മുംബൈയിൽ നിന്ന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് 12:45 തിരുവനന്തപുരത്ത് എത്തും. മടക്ക സർവീസ് വൈകിട്ട് 5:05, വൈകിട്ട് 7:15 നവി മുംബൈയിൽ എത്തും. തിങ്കൾ, വ്യാഴം, ശനി ദിവസങ്ങളിൽ കണ്ണൂരിൽ നിന്നും ചൊവ്വ, വ്യാഴം, ശനി നവി മുംബൈയിൽ നിന്നും കണ്ണൂരിലേക്കുമാണ് സർവീസ്. ഇതിന്റെ തീയതി അറിയിച്ചിട്ടില്ല.
അടുത്ത വാർത്താ ബുള്ളറ്റിനുമായി വീണ്ടും കാണാം.